ത്രില്ലർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 150 കൊടുത്താലും നമുക്ക് ഒരു 3 മണിക്കൂർ സിനിമ എന്താണ് പറഞ്ഞാൽ പുഷ്പയൊക്കെ കണ്ടു, അത് കുറച്ചും കൂടി ലാഗ് അടിച്ച് പോകണം. ഇത് വന്നിട്ട് അനാവശ്യ റൊമാൻസ് സീനുകളോ ക്ലീഷ സീനുകളോ അങ്ങനെയൊന്നുമില്ല. ഒരു ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് எக்ஸ்பெக்ட்லாம் பண்ணல, துளி கூட எக்ஸ்பெக்ட் பண்ணல, சும்மா நார்மலாக பார்க்க போனோம். പടം നല്ല കൊള്ളാം. ത്രില്ലർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷൻ പാക്ട് ആയിരുന്നു. ஆக்ஷன் எல்லாம் உண்டு. ஒரு நல்ல படம், என்டர்டெய்னர், சூப்பர் என்டர்டெய்னர். டைம் போகிறதே தெரியாது. மேக்ஸ் மூவி வரும், சூப்பராக இருந்துச்சு. ஒரு லேக் எதுவுமே அடிக்கல, வேறு போயிட்டே இருந்துச்சு, ரொம்ப நல்லா இருந்துச்சு. ஃபைட்டிங் எல்லாம் சூப்பராக இருந்துச்சு. கிச்சா சுதீப்போட ஆக்டிங் சூப்பராக இருந்துச்சு. கிளைமேக்ஸ் அடிப்படையாக இருந்துச்சு. எல்லாமே வேறு லெவலில் இருந்துச்சு. ஒரு கேப், ஒரு லேக் கூட அடிக்கல. இல்லை எக்ஸ்பெக்ட்லாம் பண்ணல, துளி கூட எக்ஸ்பெக்ட் பண்ணல, சும்மா நார்மலாக பார்க்க போனோம். அடிப்பொலி மூவியாக அவுட்ஸ்டாண்டிங் பர்ஃபார்மன்ஸாக இருந்துச்சு. ரொம்ப நல்ல மூவியாக ஓவராலாக படம் സൂപ്പർ. പടം വന്നിട്ട് അടിപൊളിയാണ്. മാക്സ് പടം നമുക്ക് പറയാൻ പ്രത്യേകിച്ച് എന്താ പറയുക, വേറെ പടങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാക്സ് പടം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. കന്നഡത്തിലാണെങ്കിലും ഈ തമിഴ് ഡബ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഒരു ലാഗ് ഇല്ലാതെ പോയ പടമാണ് ശരിക്കും. ബാക്കി പടങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പുഷ്പയൊക്കെ കണ്ടു, അത് കുറച്ചും കൂടി ലാഗ് അടിച്ച് പോകണം. ഇത് വന്നിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ആദ്യം വരെ ഒറ്റ രാത്രി കൊണ്ട് പടം അടിപൊളിയായി എടുത്ത് സൂപ്പർ പടങ്ങളാണ്. ആക്ഷനൊക്കെ സുദീപിൻ്റെ എന്താ പറയുക, ആക്ഷൻ അഭിനയിച്ചതൊക്കെ അടിപൊളിയാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. സുദീപിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ, സുദീപ് ഫാൻസിനൊക്കെ കുറേ അറിയാം. ബട്ട് പടത്തിൽ പ്രത്യേക ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ അതിനും കൂടി ഇത് കമ്പയർ ചെയ്യുമ്പോൾ സുദീപിൻ്റെ ഈ ഏജിൽ ഇങ്ങനെ നടിക്കുന്നത് അടിപൊളി സംഭവമാണ്. അത് എന്താ പറയുക, അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ 150 കാര്യം പറയേണ്ട ആവശ്യമില്ല. 150 കൊടുത്താലും നമുക്ക് ഒരു 3 മണിക്കൂർ സിനിമ എന്താണ് പറഞ്ഞാൽ അതുപോലെ ഇരുന്ന് കണ്ടിട്ട് പോകണം പടമാണ്. നല്ല സിനിമയാണ്. നമ്മളെ കൈദിയിലൊക്കെ കണ്ടതുപോലെ വൺ നൈറ്റ് സ്റ്റോറിയാണ്. രാത്രി തുടങ്ങി രാവിലെ അവസാനിക്കുന്ന സ്റ്റോറിയാണ്. അനാവശ്യ റൊമാൻസ് സീനുകളോ ക്ലീഷ സീനുകളോ അങ്ങനെയൊന്നുമില്ല. ഒരു ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ഒന്ന് കാണാം. ബോറടിപ്പിക്കുന്നൊന്നുമില്ല. സ്ക്രീൻ പ്ലേ സെറ്റാണ്. അത് തുടങ്ങി ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട് അവസാനം വരെ. എവിടെത്തും ഡൗൺ ഒന്നും ആവാതെ തന്നെ ലാസ്റ്റിനും പോകുന്നുണ്ട്. കിച്ച് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫൈറ്റ് സീൻസ് ഉണ്ട്. മാത്രമല്ല കൈദി ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടും. അത് വൺ നൈറ്റ് സ്റ്റോറിയാണ്. ട്വിസ്റ്റോ സസ്പെൻസ്, ചെറിയൊരു സസ്പെൻസും ഉണ്ട്. നല്ല രീതിയിൽ അങ്ങ് അവസാനിപ്പിക്കുന്നുണ്ട്. റീമേക്കൊന്നും അല്ല. അല്ലാതെ ഒരു ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ധൈര്യപൂർവ്വം ഒന്ന് കാണാം. അനാവശ്യ സീൻസ് ഒന്നുമില്ല. എടുത്ത് പറയത്തൊക്കെ ആക്ഷൻ കൊറിയോഗ്രഫി നന്നായിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി, മേക്കിങ്, BGM, പിന്നെ കിച്ചയുടെ പെർഫോമൻസ് അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. തമിഴ് ഡബ്ബ് നമ്മൾ കാണുമ്പം ഇതിൽ കൂടുതലുള്ളത് തമിഴ് ആക്ടേഴ്സാണ്. കന്നഡ മൂവി ആണെങ്കിൽ ഇത് എടുത്തത് തമിഴ് ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ ആക്ടേഴ്സ് കൂടുതലും തമിഴാണ്, അവരുടെ വോയിസ് തന്നെയാണ്. അപ്പോൾ തമിഴ് സിനിമ കാണുന്ന ഫീലേ വരുള്ളൂ. ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതെല്ലാം ഈ പടത്തിനകത്തുണ്ട്. ഓവറോൾ എനിക്കൊരു ഡീസൻറ്റ് വാച്ചാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു.